നമസ്കാരം. എല്ലാവർക്കും മാർക്കറ്റ് മോജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കല്യാൺ ജുവലേഴ്സിന് എന്ത് പറ്റി എന്നുള്ളതാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ് ചെയ്ത ഒരു സ്റ്റോക്കാണ് കല്യാൺ ജുവലേഴ്സ്. നെക്സ്റ്റ് ടൈറ്റാൻ ഏത് കമ്പനിയാണ് എന്നുള്ളതിനുള്ള ഒരു ഉത്തരമായിട്ട് പോലും പലരും കല്യാൺ ജുവലേഴ്സിനെ കണ്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 മാസമായിട്ട് സ്റ്റോക്കിൽ വലിയ രീതിയിലുള്ള കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 80-90 രൂപ വിലയുണ്ടായിരുന്ന ഈ സ്റ്റോക്ക് 2 വർഷം കൊണ്ട് ഏകദേശം 10 ഇരട്ടിയോളം ഉയർന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ക്രാഷ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ കമ്പനിക്ക് സംഭവിച്ചത് എന്നതിനെപ്പറ്റി എല്ലാവർക്കും വലിയ രീതിയിലുള്ള ആകാംക്ഷയുണ്ട്, ആശങ്കയുണ്ട്. ഇത് കേരള ബേസ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഒത്തിരി മലയാളികൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് കറക്ഷൻ അല്ലെങ്കിൽ ക്രാഷ് പ്രത്യേകിച്ചും മലയാളികളെ ഒത്തിരിയധികം ഉത്കണ്ഠാകുലരാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്രാഷ് ഉണ്ടായി എന്നതിനെപ്പറ്റി നമ്മൾ കുറച്ച് നേരം സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ടൈറ്റൻ്റെ IPO വന്നത് ഏകദേശം 75-80 രൂപ ലെവലാണെന്ന് തോന്നുന്നു. 1-2 വർഷം അവർ കൺസോളിഡേറ്റ് ചെയ്തു ആ ഒരു റേഞ്ചിൽ. എന്നിട്ട് ബ്രേക്കൗട്ട് നടന്നു. പിന്നീട് നടന്നത് ഒരു ചരിത്ര സംഭവം പോലെയായിരുന്നു. ഏകദേശം 25 PE ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഏകദേശം ടൈറ്റാനെ മറികടന്ന് 100 PE എത്തിയ ഒരു സമയമുണ്ടായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ കാലയളവിൽ. പിന്നീട് ഗ്രാജുവലി ആയിട്ട് സ്റ്റോക്ക് താഴേക്ക് വരും. ഈ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് സ്റ്റോക്കിൻ്റെ വില വളരെയധികം താഴേക്ക് പോവുകയും ചെയ്തു. ഇതാണ് സ്റ്റോക്കിൻ്റെ കാര്യം. അതുപോലെ എനിക്കും പേഴ്സണലി ഒരു ചെറിയൊരു കല്യാൺ സ്റ്റോറി പറയാനുണ്ട്. എങ്ങനെയാണ് എനിക്ക് ഒരുപക്ഷെ കിട്ടാമായിരുന്ന കല്യാൺ ജുവലേഴ്സിൽ കിട്ടാമായിരുന്ന ഒരു 2 കോടി രൂപയോളം വരുന്ന പ്രോഫിറ്റ് എങ്ങനെ നഷ്ടമായി എന്നതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ നമുക്ക് കല്യാൺ ജുവലേഴ്സിൻ്റെ കഥയിലേക്ക് കടക്കാം. സംഭവം തുടങ്ങുന്നത് വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കല്യാൺ ജുവലേഴ്സിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങേണ്ടി വരും. വാൻബർഗ് പിൻകസ് എന്ന് പറയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഗ്ലോബൽ പ്രൈവറ്റ് ഇക്വിറ്റി ഫേം ഉണ്ട്. ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഫേം കല്യാൺ ജുവലേഴ്സ് IPO വരുന്നതിനൊക്കെ മുമ്പ് തന്നെ കല്യാൺ ജുവലേഴ്സിൽ ഹെവിലി ഇൻവെസ്റ്റഡ് ആയിരുന്നു. കമ്പനിയുടെ ഏകദേശം 30% ഷെയറുകൾ വാൻബർഗ് പിൻകസിൻ്റെ കയ്യിലായിരുന്നു. IPO വന്നു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ശതമാനം ഏകദേശം 7-8% മാറുകയും 2014 കല്യാൺ ജുവലേഴ്സിൽ ഈ കമ്പനി പിൻകസ് എന്ന് പറയുന്ന പ്രൈവറ്റ് ഇക്വിറ്റി ഫേം ഇൻവെസ്റ്റ് ചെയ്തത്. അവർ ഏകദേശം 10 വർഷത്തോളം ഈ ഒരു പൊസിഷൻ അവർ ഹോൾഡ് ചെയ്തു. അവരെ സംബന്ധിച്ച് ഇത് വളരെ മൾട്ടി ബാഗറായിട്ടുള്ള ഒരു റിട്ടേൺ ആണ്. 2024 ഓഗസ്റ്റ് സമയത്ത് പിൻകസ് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്റ്റോക്കിൻ്റെ വില ഏകദേശം 500-600 ഇടയിലുള്ളപ്പോൾ അവരുടെ സ്റ്റേക്ക് പൂർണ്ണമായിട്ടും വിറ്റൊഴിയാനായിട്ട് തീരുമാനിച്ചു. ഏകദേശം 5% വരുന്ന സ്റ്റോക്കുകൾ അവർ മാർക്കറ്റിൽ വിറ്റഴിച്ചു. 2% വരുന്ന സ്റ്റോക്കുകൾ അവർ പ്രൊമോട്ടർക്ക് കൊടുത്തു. അത് പ്രൊമോട്ടർ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 2 ക്വാർട്ടറിന് മുമ്പ് അവരുടെ പ്രൊമോട്ടേഴ്സിൻ്റെ ഷെയർ ഹോൾഡിംഗ് ഒരു 2% കൂടിയതായിട്ട് കാണാം. അത് ശരിക്കും പിൻകസിൻ്റെ കയ്യിൽ നിന്ന് ഇവർ നേരിട്ട് സ്റ്റോക്ക് വാങ്ങിച്ചതാണ്. ഇനി അതോടൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ ശക്തമായ സാന്നിധ്യമുള്ള മോത്തിലാൽ ഓസ്വാൾ എന്ന് പറയുന്ന കമ്പനി, രാംദേവ് അഗർവാളിൻ്റെ കമ്പനിയാണ്. അവർ വലിയ രീതിയിൽ കല്യാണിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് സംഗതികളുടെ കളി ഒരു ഇച്ചിരി മാറി വരുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മോത്തിലാൽ ഓസ്വാളിൻ്റെ മിഡ് ക്യാപ്പ് ഒത്തിരിയധികം ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ്. ആ ഫണ്ട് അവർ പൊതുവെ കോൺസെൻട്രേറ്റഡ് ബെറ്റ്സ് ആണ് ചെയ്യുന്നത്. കാരണം റിട്ടേൺ കൂടുതലായിട്ട് കിട്ടാനായിട്ട് കോൺസെൻട്രേറ്റഡ് ബെറ്റ്സ് ചില കമ്പനികളിൽ എടുക്കാറുണ്ട്. അവരുടെ ഒരു പതിവാണത്. പൊതുവേ മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു മിഡ് ക്യാപ്പ് ഫണ്ടൊക്കെ എടുക്കുമ്പോൾ ഒരു 30-35 കമ്പനീസാണ് ഉണ്ടാകുന്നത്. ഓരോ കമ്പനികളിലും
മാക്സിമം ഒരു 4% അങ്ങേയറ്റം വരിക. ഏറ്റവും അധികം കോൺഫിഡൻസ് ഉള്ള കമ്പനികളിൽ സാധാരണ ഫണ്ടുകൾ 4% അലക്കേറ്റ് ചെയ്യുക. പക്ഷേ ഈ ഒരു ചാർട്ട്, ഈ ഒരു ടേബിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മോത്തിലാൽ ഒസ്വാളിൻ്റെ മിഡ് ക്യാപ് ഫണ്ടിൽ 3 കമ്പനികൾക്കാണ് ഏറ്റവും അധികം പ്രാതിനിധ്യമുള്ളത്. ഒന്നാമത്തത് സൊമാറ്റോ ആയിരുന്നു. സൊമാറ്റോ നമുക്കറിയാം കഴിഞ്ഞ 2 വർഷമായിട്ട് ഒത്തിരി അധികം റിട്ടേൺ കൊടുത്ത കമ്പനിയാണ്. രണ്ടാമത് ട്രെൻഡ്സ് ആണ്. ട്രെൻഡ്സും അതേപോലെ കത്തിക്കേറിപ്പോയ കമ്പനിയാണ്. മൂന്നാമത്തെ കമ്പനിയാണ് കല്യാൺ ജുവലേഴ്സ്. കല്യാൺ ജുവലേഴ്സിലും നല്ല ഒരു അലോക്കേഷൻ, ഏകദേശം അതിൻ്റെ പീക്ക് സമയത്ത് 6-6.5% അലോക്കേഷൻ കല്യാൺ ജുവലേഴ്സിൽ മാത്രമുണ്ടായിരുന്നു. ഇത് മോത്തിലാൽ ഒസ്വാളിൻ്റെ മിഡ് ക്യാപ് ഫണ്ടിൻ്റെ മാത്രം അലോക്കേഷൻ ടേബിളാണ്. നിങ്ങൾ ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മോത്തിലാൽ ഒസ്വാളിൻ്റെ നിരവധിയായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഇതിൽ കാണാം. അവയിലെല്ലാം തന്നെ കല്യാൺ ജുവലേഴ്സിന് വലിയ രീതിയിലുള്ള അലോക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഫ്ലെക്സി ക്യാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 10% അവരുടെ ടോട്ടൽ AUM അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ, അതായത് 1000 കോടി രൂപയാണ് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിലുള്ളതെങ്കിൽ 100 കോടി രൂപയൊക്കെയാണ് അവർ കല്യാണിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഫ്ലെക്സി ക്യാപ് ഫണ്ട്. മിഡ് ക്യാപ്പിൽ അത് 9.6 വരെ വന്നിട്ടുണ്ട്. മൾട്ടി ക്യാപ്പിൽ അത് 7.6 വന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക മോത്തിലാൽ ഒസ്വാളിൻ്റെ മ്യൂച്വൽ ഫണ്ടുകളിലും ഒരു വലിയ രീതിയിലുള്ള, അതായത് സാധാരണ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അലോക്കേഷൻ പെർസെൻറ്റേജ് കല്യാൺ ജുവലേഴ്സിൽ വന്നിട്ടുണ്ട്. അപ്പം ഇത് വന്നപ്പോഴാണ് പല ആൾക്കാരുടെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഒക്കെ ഒരു ഐബ്രോസ് ഉയരാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് മോത്തിലാൽ ഒസ്വാൾ ഇത്രയധികം ഫണ്ട് കല്യാൺ ജുവലേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അത് തികച്ചും യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണോ? മോത്തിലാൽ ഒസ്വാളിന് കല്യാണിലുള്ള വിശ്വാസം കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണോ? അത് നെക്സ്റ്റ് ടൈറ്റൻ ആകുമെന്ന് കരുതി മോത്തിലാൽ ഒസ്വാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ? അതോ കല്യാൺ ജുവലേഴ്സ് മോത്തിലാൽ ഒസ്വാളിനെ ബ്രൈബ് ചെയ്തിട്ട് അവരുടെ ജനങ്ങളിൽ നിന്ന് പിടിച്ചിരിക്കുന്ന ഫണ്ട് മോത്തിലാൽ ഒസ്വാളിനെ കൊണ്ട് കല്യാൺ ജുവലേഴ്സിൻ്റെ സ്റ്റേക്ക് വാങ്ങിച്ചതാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ രണ്ടാമത്തെ ഞാൻ പറഞ്ഞ ഈ പോയിൻ്റ്, അതായത് കല്യാൺ ജുവലേഴ്സ് മോത്തിലാൽ ഒസ്വാളിനെ ബ്രൈബ് ചെയ്തിട്ട് അവരുടെ ജനങ്ങളിൽ നിന്ന് മോത്തിലാൽ ഒസ്വാൾ പിടിച്ച ഫണ്ട് അവർ കല്യാണിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്ന ഒരു തീസിസാണ് കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് റൂമറായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് കല്യാൺ ജുവലേഴ്സിൻ്റെ സ്റ്റോക്കും അതോടൊപ്പം തന്നെ മോത്തിലാൽ ഒസ്വാളിൻ്റെ സ്റ്റോക്കും ഏകദേശം ഒരു ക്രാഷ് കൈൻഡ് ഓഫ് മോഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേം ഉണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പ്രോസസ്സ്, ഇതിനെ നമ്മൾ ഫ്രണ്ട് റണ്ണിങ് ഓഫ് സ്റ്റോക്സ് എന്ന് പറയും. അതായത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രൈസ് കൂട്ടണമെങ്കിലോ ഈവൻ കുറയ്ക്കണമെങ്കിലും ഒക്കെ തന്നെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ചേർന്നിട്ട് പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഫ്രണ്ട് റണ്ണിങ് ഓഫ് സ്റ്റോക്സ് എന്ന് പറയുക. ഇത് പണ്ട് മുതലേ പല രീതിയിലും ഭാവത്തിലുമൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈസ് മോത്തിലാൽ ഒസ്വാൾ ഫ്രണ്ട് റണ്ണിങ് കല്യാൺ ജുവലേഴ്സ്? ഇതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ഒരു തെളിവായിട്ട് അവർ പറയുന്നത് ഈ കാണുന്ന ടേബിളാണ്. മോത്തിലാൽ ഒസ്വാളിൻ്റെ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളിലും ക്രമാതീതമായിട്ടുള്ള അലോക്കേഷൻ കല്യാൺ ജുവലേഴ്സിന് കിട്ടി. എന്തുകൊണ്ടത് കിട്ടി? അത് കിട്ടിയെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്രൈബ്, കറപ്ഷൻ ഈ ഒരു അലോക്കേഷനിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എല്ലാവരും ചോദിക്കുന്നത്. അതിനുള്ളൊരു ഉത്തരം, ഒരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല. 2 പാർട്ടികളും, മോത്തിലാൽ ഒസ്വാളും അതുപോലെ തന്നെ കല്യാൺ ജുവലേഴ്സും ഇതെല്ലാം ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 കമ്പനികളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്തിക്സിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന കമ്പനിയാണ്. കല്യാൺ ജുവലേഴ്സിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ വളരെ വിശ്വസ്തയോടുകൂടി സ്വർണ്ണ വ്യാപാരം നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കല്യാൺ ജുവലേഴ്സ്. അതേപോലെ തന്നെ മോത്തിലാൽ ഒസ്വാളും ഇന്ത്യയിൽ ഒത്തിരിയധികം എത്തിക്സിന് പ്രാധാന്യം കൊടുക്കുന്ന രാംദേവ് അഗർവാൾ പ്രൊമോട്ടറായിട്ട് നയിക്കുന്ന ഒരു കമ്പനിയാണ് മോത്തിലാൽ ഒസ്വാൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് കമ്പനികളും ഇവഞ്ച്വലി ഈ ഒരു ബേസ്ലെസ് അലിഗേഷൻസ് ആണ് ഇതെന്ന് തെളിയിക്കുകയും അവർ തിരിച്ചു വരികയും ചെയ്യുമെന്നാണ് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ മാർക്കറ്റ് ട്രേഡ് ചെയ്യേണ്ട ഒരു കമ്പനിയാണോ എന്നുള്ളൊരു ചോദ്യം വരുന്നു. നമ്മൾ ഇവിടെ നിന്നും
നമുക്കറിയാം ടൈറ്റൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അത്രയധികം വിശ്വാസമുള്ള ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനിയാണ്. അവർ വളരെയധികം രീതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്ത ഒരു കമ്പനിയാണ്. നമ്മൾ അവരുടെ പ്രോഡക്ട്സ് നോക്കുകയാണെങ്കിൽ അവർക്ക് വാച്ചസ് ഉണ്ട്, അവർക്ക് തനിഷ്കിൻ്റെ ബ്രാൻഡുണ്ട്, ഫാസ്റ്റ് ട്രാക്കിൻ്റെ ബ്രാൻഡുണ്ട്, ടൈറ്റൻ ഐ പ്ലസ് ഉണ്ട്, കാരറ്റ് ലൈൻ അവർ ഈ ഇടയ്ക്ക് അക്വയർ ചെയ്ത ഒരു കമ്പനിയാണ്. ഡയമണ്ട് മാനുഫാക്ചറിങ് ചെയ്യുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന ഒരു കമ്പനിയാണ് കാരറ്റ് ലൈൻ. അങ്ങനെ കുറേയധികം ഡൈവേഴ്സിഫൈ ചെയ്ത ഗ്ലോബലി തന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ടൈറ്റൻ. ടൈറ്റൻ്റെ PE ഏകദേശം 100-നോടടുത്താണ്. അപ്പോൾ അത്രയോളം തന്നെ വാല്യുവേഷൻ കല്യാൺ ജുവലേഴ്സിന് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം മാർക്കറ്റിൽ ഇപ്പോൾ ഉയരുന്നുണ്ട്. അതും ഈ ഒരു ക്രാഷിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് തന്നെ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത് ചില അലിഗേഷൻസ്, ചില കറപ്ഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം. രണ്ടാമതായിട്ട് കമ്പനി ഓവർ വാല്യൂഡ് ആയിരുന്നു. അപ്പോൾ മാർക്കറ്റിൻ്റെ കറക്ഷൻ വന്നപ്പോൾ കുറച്ചധികമായിട്ട് അത് കല്യാൺ ജുവലേഴ്സിനെ ബാധിച്ചു എന്നുള്ളതാണ് സത്യം. ഇനി നമുക്ക് കമ്പനിയുടെ ഫണ്ടമെൻ്റൽസിലേക്ക് ഒന്ന് പോകാം. അവിടെ എന്താണ് നടക്കുന്നതെന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കല്യാൺ ജുവലേഴ്സിൻ്റെ PE എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം 75 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇത് ഏകദേശം 100-ന് മുകളിലായിരുന്നു ഈ കമ്പനിയുടെ PE. അത് ഈ ക്രാഷിന് ശേഷവും ഇപ്പോഴും അത് 75 ആണ്. അപ്പോൾ 75 ഓവർ വാല്യൂഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോഴും ഓവർ വാല്യൂഡ് ആണെന്ന് ഞാൻ പറയും. കമ്പനിയുടെ PE ഒരുപക്ഷെ ഒരു 50, 55, 60 ഒക്കെ ആണ് ഒരു വാല്യൂ ഇൻവെസ്റ്റിങ്ങിന് പറ്റിയത്. കാരണം വാല്യൂ ഇൻവെസ്റ്റിങ്ങിന് 60 PE അല്ലെങ്കിൽ 50 PE വലുതാണോ എന്ന് നിങ്ങൾ ചോദിക്കാം. പക്ഷേ കമ്പനി ഇനിയും ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനി ആയതുകൊണ്ട് 50, 60 PE ഒക്കെ കൊടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ധാരണ. ഓൺലി ബിക്കോസ് ഇറ്റ് ഹാസ് സ്റ്റിൽ റൂം ഫോർ ഗ്രോത്ത്. അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു PEയിലേക്കൊന്നും പോകാൻ പാടില്ലാത്തതാണ്. പക്ഷേ കമ്പനിയുടെ വളർച്ച പരിഗണിച്ച് നമുക്കതൊരു 50, 55 PE ഒക്കെ വരുവാണെങ്കിൽ കമ്പനിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കമ്പനിയിൽ നമുക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പ്ലെഡ്ജ്ഡ് പെർസെൻറ്റേജാണ്. ഏകദേശം 20% വരുന്ന സ്റ്റോക്കുകൾ പ്രൊമോട്ടേഴ്സ് പ്ലെഡ്ജ് ചെയ്തിരിക്കുകയാണ്. അതൊരു വലിയ റിസ്ക് ഫാക്ടറാണ്. കാരണം സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇങ്ങനെ ഇനിയും താഴോട്ട് ഇപ്പോൾ 450 റേഞ്ചിലാണെന്ന് തോന്നുന്നു. അതൊരു 350, 300 റേഞ്ചിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഈ പ്ലെഡ്ജ് ചെയ്ത ഷെയറുകളെല്ലാം വിൽക്കാനായിട്ട് ബാങ്കുകാർ നിർബന്ധിതരാകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് അവർക്കിങ്ങനെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് കണ്ണും പൂട്ടി ആ ഒരു ലെവലിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ഉദാഹരണം പറഞ്ഞാൽ ഇവർ പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നത് കല്യാണിൻ്റെ വില 500 രൂപ ഉണ്ടായിരുന്നപ്പോൾ ആണ് ഇവർ പ്ലെഡ്ജ് ചെയ്തത് എന്ന് കരുതുക. അപ്പോൾ ബാങ്ക് ഒരു മാർജിൻ ഇടും, ഒരു 20-30% ആ മാർക്കറ്റ് റേറ്റിനെക്കാട്ടിൽ കുറഞ്ഞ വിലയ്ക്കായിരിക്കും ഇവർക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ടാകുക. ഇപ്പോൾ 500 രൂപ ട്രേഡ് ചെയ്തപ്പോഴാണ് കല്യാൺ പ്ലെഡ്ജ് ചെയ്തതെങ്കിൽ ഒരു 350 രൂപ വെച്ചായിരിക്കും ബാങ്ക് കമ്പനിക്ക് കൊടുത്തിരിക്കുക, ലോൺ കൊടുത്തിരിക്കുക. അപ്പോൾ എപ്പോഴാ പ്രൈസ് 350-ൻ്റെ താഴേക്ക് പോകുന്നോ അപ്പോൾ ബാങ്കുകാർ ഈ സ്റ്റോക്കുകൾ അവർ മാർക്കറ്റിൽ സെല്ല് ചെയ്യും. ഇല്ലെങ്കിൽ അവർക്ക് നഷ്ടമാണ്. ഈ കമ്പനി നാളെ 100-ലേക്ക് പോകുമോ 50-ലേക്ക് പോകുമോ എന്ന് ബാങ്കുകൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ എപ്പോൾ ആ ഒരു ബേസ് പ്രൈസിലേക്ക് വന്നാൽ അപ്പം തന്നെ ബാങ്കുകാർ സ്റ്റോക്ക് ലിക്വിഡേറ്റ് ചെയ്യും. ഇറസ്പെക്റ്റീവ് ഓഫ് ഫണ്ടമെൻ്റൽസ്, വാല്യുവേഷൻ, നത്തിങ്. അവർക്ക് അവരുടെ പൈസയാണ് തിരിച്ചു വേണ്ടത്. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കട്ടെ. സ്റ്റോക്ക് ഇപ്പോൾ F&Oയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്താണ് ഇതിൽ കളികൾ നടക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് കരുതിയിരിക്കുക, പ്ലെഡ്ജ് ചെയ്ത ഷെയറുകൾ ബാങ്കുകൾ വിൽക്കാൻ ഇടവരുന്ന രീതിയിലേക്ക് മാർക്കറ്റ് കല്യാണിൻ്റെ പ്രൈസ് താഴേക്ക് കൊണ്ടുവന്നാൽ അത് വലിയ രീതിയിലുള്ള ക്രാഷിലേക്ക് നയിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പിന്നീട് കമ്പനിയിൽ കൂടുതലായിട്ട് മലയാളികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ ഞാൻ കേട്ടു. അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. പക്ഷേ നമുക്കറിയാം കല്യാൺ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു കമ്പനി ആയതുകൊണ്ട് ഒത്തിരിയധികം മലയാളികൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. പുതുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്നവർ കുറച്ചുകൂടെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് സ്റ്റെബിലൈസ് ആയതിനു ശേഷം കല്യാണിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതായിരിക്കും നല്ലത്. എപ്പോഴും നമ്മൾ കമ്പനി ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ടൈറ്റനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. ടൈറ്റന് PE 100 ആണെങ്കിൽ കല്യാൺ ജുവലേഴ്സിന് ഒരിക്കലും 100 PE അവകാശപ്പെടാനായിട്ട് കഴിയില്ല. ഒരു 25% എപ്പോഴും കുറവായിരിക്കും കല്യാൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും നല്ലൊരു ബേസ് എന്ന് പറയുന്നത്. കല്യാൺ
കല്യാണിലുള്ള എൻ്റെ ഒരു പേഴ്സണൽ ജേണി ഞാൻ പറയാമെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അതുകൂടി ഞാനിവിടെ പറയാം. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് കല്യാണിൽ ഞാനൊരു അത്യാവശ്യം വലിയൊരു പൊസിഷൻ എടുത്തിരുന്നു. എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് ബെറ്റ്സ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 2021 അവസാനമാണോ 2022 തുടക്ക സമയത്തോ ആണെന്ന് തോന്നുന്നു, കല്യാൺ ജുവലേഴ്സ് വലിയധികം രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയുടെ ഒരു ഏകദേശം വലിയൊരു ശതമാനം ഞാൻ കല്യാണിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ പൊസിഷൻ വലുതായതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസും ഞാൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലായിട്ട് കാണാം, ഏകദേശം 32,000 ക്വാണ്ടിറ്റി 32,600 ക്വാണ്ടിറ്റി കല്യാൺ ജുവലേഴ്സാണ് ഞാൻ വാങ്ങിച്ചതിൻ്റെ ബൈ പ്രൈസ് ഏകദേശം 92 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ ഈ പൊസിഷൻ വലുതായതുകൊണ്ട് തന്നെ ഏകദേശം 1,00,000 രൂപ സ്റ്റോപ്പ് ലോസ് എന്ന രീതിയിൽ കണക്ക് കൂട്ടിയിട്ട് ആണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ സ്റ്റോപ്പ് അടിച്ചു. 89.85 ആ സ്റ്റോപ്പ് അടിച്ചത്. ഏകദേശം 30,00,000 രൂപയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. ആ സ്റ്റോപ്പ് അടിച്ച് 2-ാം ദിവസം ഈ സ്റ്റോക്ക് റിവേഴ്സ് ചെയ്തു. പിന്നീട് ഒരിക്കലും ഈ ലെവലിലേക്ക് വന്നിട്ടില്ല. ഇവിടെ നിന്ന് ഈ 89 രൂപയിൽ നിന്നും ഏകദേശം 850 രൂപയിലേക്കാണ് ഈ സ്റ്റോക്ക് 2-2.5 വർഷം കൊണ്ട് ഉയർന്നു പോയത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ സ്റ്റോക്ക് എപ്പോഴൊക്കെ മുമ്പോട്ട് പോകുന്നവരും എനിക്ക് വലിയ വിഷമം ഉണ്ടാക്കിയൊരു സംഭവമാണ്. കാരണം കിട്ടാമായിരുന്ന ഏകദേശം 2 കോടിയിൽ പരം രൂപയുടെ പ്രോഫിറ്റ് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ തുകയാണ്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിൽ എനിക്ക് ടേണിംഗ് പോയിൻ്റ് ആകാമായിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു കല്യാൺ ജുവലേഴ്സ്. പക്ഷേ ആ ഒരു ടൈറ്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മൂലം എനിക്കത് വിൽക്കേണ്ടതായിട്ട് വന്നു. അപ്പം സ്റ്റോക്ക് ഇങ്ങനെ 200, 300, 400, 500 ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് ഒരിക്കലും എനിക്ക് കല്യാണിൽ എൻട്രി എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ല. കാരണം ഞാൻ ആ പണം ഞാൻ വേറൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് ഉണ്ടായത്. അതിൻ്റെ കഥ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. അപ്പോൾ കല്യാൺ ഇപ്പോൾ ക്രാഷ് ആകുമ്പോൾ ഐ ഡോണ്ട് നോ ഹൗ ഐ ഫീൽ. ശരിക്കും സന്തോഷമാണോ അതോ ദുഃഖമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ കല്യാൺ ഒരു ബൈയിങ് ലെവലിലേക്ക്, ഒരു നല്ലൊരു വാല്യൂ ഇൻവെസ്റ്റിംഗ് ബൈയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. അവരുടെ പട്ടാഭിരാമൻ സാറിനെ പറ്റിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മലയാളികൾക്ക് പ്രത്യേകിച്ചും നേരിട്ടറിയാവുന്ന ആൾക്കാരാണ് അവർ. കുറച്ച് ലാവിഷായിട്ടുള്ള ജീവിത രീതിയാണെന്നൊക്കെ നമുക്കറിയാം. അവർ പ്രൈവറ്റ് ജെറ്റ് വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ, അങ്ങനെയൊക്കെയുള്ള കുറേ ലാവിഷ് സ്റ്റൈൽ ഓഫ് ലിവിങ് ഒക്കെ ഉണ്ട്. അത് കമ്പനിയുടെ ചിലവിലാണോ എന്ന് നമുക്കറിയില്ല, ഒരുപക്ഷെ ആയിരിക്കാം. എന്നൊക്കെ ഇരുന്നാലും കമ്പനി ഒത്തിരിയധികം വളരാനുള്ള സാധ്യതയുണ്ട്. അവർ UK ഇപ്പോൾ പുതിയതായിട്ട് ഒരു ബ്രാഞ്ചസ് തുറക്കുന്നു എന്നുള്ള നോട്ടിഫിക്കേഷനൊക്കെ വന്നിരുന്നു. കമ്പനി ഇനിയും ഉയരങ്ങളിലേക്ക് പോകാം. ഈ ഒരു അലിഗേഷൻസൊക്കെ മാറി കമ്പനി ഇനിയും ഉയരങ്ങളിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേഴ്സണൽ ട്രേഡിംഗ് സ്റ്റോറീസ് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അതുണ്ടെങ്കിൽ ദയവായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.